ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് എസ്കേപ്പ് ദ ഡെൻറ്റിസ്റ്റ് എന്ന് പറയുന്നൊരു ഹോബിയാണ്. എസ്കേപ്പിംഗ് ഹോബി എന്നാണ് പറയാം. അപ്പോൾ അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. പ്ലീസ് ടേക്ക് എ സീറ്റ്. ദ ഡെൻറ്റിസ്റ്റ് വിൽ ബി വിത്ത് യു ഷോർട്ട്ലി. നമ്മൾ എങ്ങോട്ട് പോകണം? ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടൊരു വാതിലില്ല, അമ്മച്ചി പൂട്ടിയിട്ടിരിക്കുകയാണ്. അമ്മച്ചി ചിരിക്കുകയാണല്ലോ നമ്മൾ നോക്കി. ഇങ്ങോട്ട് തന്നെ ഇതിൽ തട്ടാൻ പാടില്ല. ഇതിൽ തട്ടാൻ പാടില്ല. തട്ടിയില്ലേ? ഇതിൽ തട്ടാൻ പാടില്ല ഗൈസ്, അതാണ് ട്രിക്ക്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഇവിടെ എന്തോ കണ്ടു ഗൈസ്. ഇത് ഡെൻറ്റിസ്റ്റ് അല്ലേ? അപ്പോൾ ഗൈസ്, ഇതാണ് ഡെൻറ്റിസ്റ്റ്. ഒരു പേഷ്യൻറ്റിനെ കെട്ടിയിട്ട് പേഷ്യൻ്റ് ഇടുന്ന കരയാണ് ഗൈസ്. പാവം പേഷ്യൻ്റ്, അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ ഇതേപോലെ നമ്മളെ കെട്ടിയിടുമായിരിക്കും. ഇതൊക്കെ ചാടി കിടന്ന് ഇവിടെ എത്തണം. ഇത് കഴിഞ്ഞിട്ട് ഈ ബട്ടണിൽ ഈ ഹോബി കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവുക. ഇവിടെ ഡെൻറ്റിസ്റ്റ് മാമൻ എവിടെ? ഇങ്ങോട്ട്. ഇതൊരു ഡെൻറ്റിസ്റ്റ് മാമൻ വന്നിട്ടില്ല, എന്നാലും നമുക്കൊരു പേടിയില്ല ഗൈസ്. ഇത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിത് പേഷ്യൻസിൻ്റെ പല്ലിൽ ചവിട്ടിയാണ് പോകുന്നത്. വെരി ഗുഡ് എക്സ്പീരിയൻസ്. നിങ്ങൾ രാവിലെ ഒന്ന് പല്ല് വെച്ചില്ലെങ്കിൽ ഈ ഡെൻറ്റിസ്റ്റ് നിങ്ങളെ വീട്ടിലും വരാൻ സാധ്യതയുണ്ട് ഗൈസ്. ഇവിടെ വേറൊരാളുണ്ട്. അയ്യോ ഗൈസ്, ഞാൻ വേറെ എന്തിനൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ഗൈസ്. ഇനി നമുക്ക് ഫുൾ ലോക്കിൻ ചെയ്ത് കളിക്കാം. മാറടാ. ഗൈസ്, അങ്ങനെ ഈ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈസി ലുക്ക് ഫോർ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു കീ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ലോക്ക് തുറന്ന് വെളിയിറങ്ങും. ഒരു പ്രാവശ്യം നമുക്ക് ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റും. അയ്യോ നമ്മളെ പിടിച്ച് അതിൻ്റെ തടച്ചതിൻ്റെ ചാടി. ഗൈസ്, നമുക്ക് കീ കിട്ടി. യെല്ലോ കീ കിട്ടിയിട്ടുണ്ട്. കീ കൊണ്ട് നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യും. നമ്മളെക്കാട്ടും ഉണ്ട് കീ. ഈ കട്ടർ വെളി വരും. ഈ കട്ടറൊന്നും വെളി വരില്ല. ഇവിടെ നിന്നൊരു ചാട്ടം. അതുകൊണ്ട് അതും കഴിഞ്ഞ് കട്ടർ വെളി വരും. ഗൈസ്, കട്ടർ വെളി വരുന്നുണ്ട്. നമ്മളെന്തോന്ന് ചെയ്യണം? വീണ്ടും ഈ പല്ലിൽ നമ്മളെ ഡെൻറ്റിസ്റ്റിൻ്റെ പേഷ്യൻസിൻ്റെ ഗൈസ് ഇവിടെയുണ്ട് ഡെൻറ്റിസ്റ്റ്. ഇവിടെയും അതേ പേഷ്യൻറ്റിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. കരച്ചിൽ ഇതുവരെ നിന്നിട്ടില്ല ഗൈസ്. നമുക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും? The evil dentist. Welcome to my little factory. ഇത് ഡെൻറ്റിസ്റ്റിൻ്റെ ഹോസ്പിറ്റല്, ഫാക്ടറി. ഇതെല്ലാം വെപ്പുവല്ലിൻ്റെ ഫാക്ടറി ആയിരിക്കും, അല്ലാതെ ഒരു ഡെൻറ്റിസ്റ്റിന് എന്തോന്ന് ഫാക്ടറി ആയിരിക്കും. ഇതിൽ നിന്ന് ഒരു ജമ്പിങ്ങിലൊരു കാൽക്കുലേഷൻ വയ്ക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊന്ന് കുറച്ച് ഗൈസ്, ഇത് ഞാനിത് ജമ്പ് ബട്ടണിൽ പെതുക്കുന്നുണ്ട്, പക്ഷേ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഗെയിം ഗ്ലിച്ചായ. ഇപ്പോൾ ശരിയായി ഗൈസ്. കണ്ടോ, ഞാൻ ജമ്പിങ് ബട്ടണിൽ പെതുക്കുന്നുണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല. ഇതൊന്നും നമുക്ക് വേണ്ട. ഡെൻറ്റിസ്റ്റ് എവിടെയും ചിരിക്കുകയാണ്. നമ്മൾ തറയിൽ വീഴുന്ന ചാവുന്നതാണ്. ഈ ലേസറിൽ തട്ടാതെ നമ്മൾ ചാടിപ്പോണം. ഓക്കെ ഗൈസ്, പിന്നെ അതും കംപ്ലീറ്റായി. ഇതിലോട്ട് ചാടി തട്ടിയിരുന്നു. ഇങ്ങോട്ട് ചാടുന്നു. ഗൈസ്, ഞാൻ തട്ടിയില്ലല്ലോ ഗൈസ്. ഞാൻ ഇവിടെ തട്ടിയിരുന്നു ഗൈസ്. കുറച്ച് ലോക്ക് ചെയ്യേണ്ടി വരുന്നു.
ഓക്കെ, അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഹോബിയാണ്. ഓ ഗൈസ്, ഞാൻ ഇപ്പം അതിൽ കയറി ചവിട്ടിയാണ്. അതിൽ ചവിട്ടാൻ പാടില്ല, അതാണ് എനിക്ക് ഗൈസ്. അതിൽ ചവിട്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കയറി ചവിട്ടും. ഇതെനിക്ക് മനസ്സിലായത് ബിക്കോസ് ഞാൻ ഇങ്ങനത്തെ ഹോബി ഗെയിംസ് കുറേ കളിച്ചിട്ടുണ്ട്. ഇനി എന്തോ വേണം? എക്സിറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കീ ഒന്നും ഇവിടെ ഒന്നുമില്ലേ? ഇപ്പം ലിഫ്റ്റിൽ കയറി പോയിട്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലേ? ഇതിനെ അടച്ചിട്ട് ലിഫ്റ്റ് തുറക്കുന്നില്ല ഗൈസ്. കുറേ നേരമല്ല. തുറന്നു. ഇനി നമ്മൾ എന്തോ ഇങ്ങനെ ഇതിൽ ചാടിപ്പോണം. ഓക്കെ, അത് ചാടി ഈ പച്ച ജാമിൽ ചവിട്ടാതെ ചാടിപ്പോണം. ജാമോ എന്തോ വല്ല മെഡിസിൻ ആയിരിക്കും. അത് വേണ്ട. ഓ ഗൈസ്, നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിറങ്ങി ഗൈസ്. ഇനി നമ്മൾ ഇവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യണോ ഗൈസ്? അവിടെ ഒരു ചെക്ക് പോയിന്റ് ഇല്ലായിരുന്നു ഗൈസ്, അത് ശരിയായില്ല. അത് കംപ്ലീറ്റ് ആയി. നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ ഹോസ്പിറ്റലിൽ ചാടാൻ ഗൈസ് അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു. നമ്മൾ ഇന്ന് ഡെൻറ്റിസ്റ്റിൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഗൈസ്. ഈ പുക പോകുമ്പോൾ നമ്മൾ പോകണം. ഈ പുക തട്ടിയാൽ നമ്മുടെ കാര്യം ചെയ്യും ഗൈസ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ പാരീസ് പ്രസിഡന്റിൽ ഒരു ഫാൻ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ചറുകി ബാക്കിലോട്ട് പോകണം. അതേ സാധനമാണ് ഇതിൻ്റെ. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ബാക്കിലോട്ടാണ്, അല്ല താഴോട്ടാണ് വീഴുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ജമ്പ് ചെയ്ത് മുകളിൽ കയറും. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി ഇങ്ങോട്ട് ഏണി വഴി ചവിട്ടി ഇനി ഇങ്ങോട്ട് പോകണം. ഓ ഗൈസ്, ഇവിടെ ഒരു ഏണി വെച്ചിട്ടുണ്ട്. ഏണിയോ എന്തോന്നാണെന്ന് പറഞ്ഞത് കയറാന്നുള്ള സാധനമാണ്. ഇവിടെ നിന്ന് ചവിട്ടി ഈ ഇങ്ങനത്തെ ഹോബിയൊക്കെ നമ്മളൊക്കെ സിമ്പിളല്ലേ അല്ലേ ഗൈസ്? ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടാണ് കയറുക. ഈ ഗെയിമിലൊക്കെ കുറേ ആൾക്കാർ AFK നിൽക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഞാൻ കണ്ടു. 2-3 പ്ലെയേഴ്സ് അവിടെ തന്നെ അങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, കളിക്കുന്നില്ല ഗെയിം. അങ്ങനെ നമ്മളിവിടെ എത്തിയതെന്ന് വെച്ചാൽ എന്തൊരു കയറാൻ പറ്റുന്നത്? കയറി. അങ്ങനെ ചാടി നമ്മളിനി അവിടെ പോകണം. ഇങ്ങോട്ട് പോകണം. ഇതിലോട്ട് ചവിട്ടാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഹോബി എക്സ്പീരിയൻസ് വെച്ച് കറക്റ്റാണ്. ഇനി ഇങ്ങോട്ട് പോകണം. ചൂസ് ദ റൈറ്റ് വെൻറ്റ് ആൻഡ് അവോയ്ഡ് ടച്ചിങ് ദ ലേസസ് ഓൺ യുവർ വേ ഡൗൺ. ഇതെന്ന് തോന്നുന്നു നമ്മൾ തെറ്റായിട്ടുള്ള വെൻ്റാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതെന്ത്? ഓ രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ കൊള്ളുന്നത്. അല്ല നമ്മൾ തെറ്റായിട്ടുള്ള വെൻ്റല്ല ചൂസ് ചെയ്തെന്ന് തോന്നുന്നു. ഇതെന്തോന്നാ? ഇവിടെ ഒരു പച്ച സ്ലൈമാ എന്താണെന്ന് അറിഞ്ഞോളൂ. പച്ച സ്ലൈമുണ്ട്. അതിനൊക്കെ നമ്മൾ കടന്ന് ഇങ്ങോട്ട് ചാടണം. ചാടി ഇതൊക്കെ ഈസി. ചാടി ഇങ്ങോട്ട് കയറണം. ഇങ്ങോട്ട് ഞാൻ പോട്ടെ. ഓ ഗൈസ്, ഇയാളെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ഡെൻറ്റിസ്റ്റ് അവിടെ കെട്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആ പേഷ്യൻ്റ് ഇല്ലേ? എനിക്ക് തോന്നുന്നു അയാളാ. നമ്മൾ വീണ്ടും ആ പച്ച സ്ലൈമിൽ എഴുന്നിട്ടുണ്ട്. അയാളാണെന്ന് തോന്നുന്നു ഗൈസ്. അയാളുടെ പല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പുഴുപ്പല്ല്. ഓ, വീണ്ടും ഔട്ട് ചെയ്യണം ഗൈസ്. നമ്മൾ സംസാരിക്കണമെന്ന് നമ്മൾ ഔട്ടാവും. പുഴുപ്പല്ല്, വെളുത്ത പല്ല് തേക്കാത്ത പല്ല്, വെളുത്ത പല്ല്, ഗോൾഡൻ പല്ല്, വീണ്ടും പുഴുപ്പല്ല്. ഇനി ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോകണം. ചാടണം.
ഓ ഗൈസ് നമ്മളിങ്ങനെ വായിലോട്ട് പോവാണല്ലേ. ഓ ഗൈസ് നമ്മളിങ്ങനെ വായിലോട്ട് എത്തിയോ. ഇപ്പം വെളി ചാടിയാണ് ഇങ്ങനെ പല്ലെത്ത് കൂർത്തിരിക്കുകയാണല്ലേ ഗൈസ്. ഇനി ഇങ്ങോട്ട് പോകണം. ഓ ഗൈസ് നമ്മൾ നേരെ ബോഡീൻ്റെ അകത്തായിരിക്കും ഹോബി ചെയ്യാൻ പോകണം. ഇങ്ങനെ വയറ്റിൻ്റെ അകത്ത് പല്ലൊക്കെ ഉണ്ട് ഗൈസ്. കണ്ണൊക്കെ വയറ്റിൻ്റെ അകത്തുണ്ടോ? 6 കണ്ണായിരിക്കും. രാവിലെ കഴിച്ച ആപ്പിള്, പിന്നെ ഒരു കൈ. ഇതൊക്കെ ആരാ കഴിക്കണേ? പച്ച. ഓ ഗൈസ് അതെന്തോന്നായിരുന്നു ഗൈസ്. നമുക്കിവിടെ സൂപ്പർ പവർ വല്ല കിട്ടും ഗൈസ്. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഓക്കെ നമുക്ക് ഒരു ഷോ ട്രൈ ചെയ്യാം. ഗൈസ് ചാടുന്നുണ്ട്, വർക്ക് ചെയ്തില്ല. നിങ്ങൾ മുമ്പേ ചാടണം ഗൈസ്. ഇതെന്ത് ഗൈസ്? ഞാൻ ചാടാൻ നോക്കണ പക്ഷെ ചാടാൻ പറ്റില്ല ഗൈസ്. ഈ സാധനം ഞാൻ ചാടുന്നുണ്ട്, എന്തൊരു വർക്കാവത്തേന്ന് എനിക്കറിയില്ല. ഞാൻ പെതുക്കുന്നുണ്ട് ചാടാൻ വേണ്ടി ഗൈസ്. എടോ എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണെന്ന്. ഇത് ചാടുന്നുണ്ട് പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. നമുക്കിവിടെ ജമ്പ് കൊടുക്കണ്ടേ? ഗൈസ് നമുക്കിവിടെ ജമ്പ് കൊടുക്കണം. പിന്നെ എന്തോ ഇങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞല്ലോ ഗൈസ്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയി ഗൈസ്. ഇനി എനിക്ക് വയ്യ ഗൈസ് ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പോവാൻ. ഗൈസ് ഈ ഗെയിമിലെല്ലാം ഗ്ലിച്ചായി കാണാം ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഗൈസ് നമ്മൾ ചവിട്ടുന്നുണ്ട്. ഇത് എന്ത് കഷ്ടമാണ് ഗൈസ്. ഗൈസ് ഇനി ഈ സ്ഥലം കടക്കാൻ വേണ്ടി നമുക്ക് എത്ര വെയിറ്റ് ചെയ്യണം ഗൈസ്. ഗൈസ് ഇതെന്ത് കഷ്ടമുണ്ട്. നമ്മൾ ഫുള്ള് വീഡിയോ ഇവിടെ തന്നെ കിടക്കും. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് സീനാണ്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓ ഗൈസ് നമ്മളിപ്പോൾ പോയാണ്. ഓ ഗൈസ് ചാവരുത്. കഷ്ടമാണ് ഇത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണ്ടേ ഗൈസ്. ഈ സ്ഥലമാണെങ്കിൽ ഏറ്റവും ഇതായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നു. നമുക്ക് ഫുള്ള് ലോക്കിൻ ചെയ്യാം. നമ്മൾ ഫുള്ള് ലോക്കിൻ ചെയ്ത് കളിക്കുകയാണ്. നോ ടോക്കിംഗ്. ഈ ഒരിടത്ത് നിൽക്കില്ല. ഒറ്റ സ്ട്രെച്ച്. ഇനി ഒരിടത്ത് നിൽക്കുവാണെങ്കിൽ ആ പ്രശ്നം. ഈ സ്ഥലത്ത് നിൽക്കാൻ പറ്റും. ഈ സ്ഥലത്ത് നിൽക്കാതെ ഇനിയിപ്പോൾ ഇവന്മാർ ഈ സ്ഥലം എന്തോ ഗ്ലിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയിലെ പകുതി ടൈം ഈ സ്ഥലം കംപ്ലീറ്റ് ചെയ്തായിട്ടായിരിക്കും പോകുന്നത് ഗൈസ്. എന്ത് കഷ്ടോടെ. ഒരിടത്ത് നിൽക്കും ഗൈസ്. എനിക്ക് ദേഷ്യം വരെയാണ് ഗൈസ്. ഇപ്പോൾ കഷ്ടോടെ ഇത്. ഇങ്ങനൊരു വായിലാ ഇങ്ങനൊരു ദേഹത്തിൻ്റെ ആ താരാണോ കല്ലും മണ്ണ് കൊണ്ട് വെച്ചത്. എന്ത് കഷ്ടോടെ ഇത്. ഇവിടെ എത്തി. ഇവിടെ ഒന്ന് പൊട്ടണമെങ്കിലാണ് ഞാൻ ഫോൺ എടുത്തറിയാറ്. ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്താറായി. അപ്പോൾ അങ്ങനെ ഇത്ര ടൈം കഴിച്ച് നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്ത്. ഓ ഗൈസ് നമ്മൾ അയാളുടെ DNA നമ്മൾ അയാളുടെ വെയിൻസിൽ കൂടെയാണ് വരുന്നത്. അവരുടെ ബ്ലഡ് സെൽസിലൊക്കെ ചവിട്ടി
മസിൽസ് ആയിട്ടാണ് തോന്നുന്നത് എനിക്ക്, എന്താണെന്ന് എനിക്കറിയണ്ട, അതായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊരു സ്ഥലം, ബോഡിയുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥലം എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായ ആൾക്കാർക്ക് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓ ഗൈസ്, നമ്മൾ എവിടെ നിന്നാണ് തോക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ആ സംശയം എന്തിനാണെന്ന് പല ആൾക്കാർക്ക് മനസ്സിലായി കാണും. മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് തോന്നി ഇവിടെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണം ഗൈസ്. നമുക്ക് നിൽക്കേണ്ട, ഒറ്റ ചാട്ടം, ഒറ്റ സ്ട്രെച്ച് നിന്ന് ഗൈസ്. എങ്ങോട്ടാ പോകണം ഗൈസ്? നമ്മളെ സംശയം വളരെ കറക്റ്റായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം നമ്മൾ എവിടെ കൂടെയാണ്. ഓ ഗൈസ്, നമ്മൾ എസ്കേപ്പ് ചെയ്തു. നമ്മൾ എസ്കേപ്പായോ? എങ്ങോട്ടാ പോകണം? എസ്കേപ്പായി. നമ്മൾ എസ്കേപ്പായി കഴിഞ്ഞു. ഇങ്ങോട്ട് പോയിട്ട് എന്തോ ചെയ്യണം? നമ്മൾ എസ്കേപ്പായി. യെസ്, നമുക്കൊരു ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു ഡിസ്കോ പാർട്ടി ഡാൻസ് വെച്ചിട്ടുണ്ട്, സ്പീക്കറൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.